നമസ്കാരം. നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് വേദിയായിട്ടുള്ള കോഴിക്കോട് വീണ്ടും മഹത്തായ ഒരു യജ്ഞത്തിന് വേണ്ടി അല്ലെങ്കിൽ മഹത്തായ ഒരു കർമ്മത്തിന് വേണ്ടി വേദിയാവുകയാണ്. ശ്രൗത പാരമ്പര്യത്തിലെ ഏറ്റവും മഹത്തരമായ അതിരാത്രം കോഴിക്കോടിൻ്റെ മണ്ണിൽ അരങ്ങേറുകയാണ്. കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നാളെ മുതലാണ് ഈ വരുന്ന, അതായത് ഏപ്രിൽ 26 വരെയാണ് അതിരാത്രം കോഴിക്കോടിൻ്റെ മണ്ണിൽ നടക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ കോഴിക്കോട് കക്കോടിയിലുള്ള വേദമഹാമന്ദിരത്തിൽ പുരോഗമിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ കാണാം. കാര്യം വളരെ സവിശേഷമാർന്ന ചടങ്ങുകളോടുകൂടിയ നീണ്ടു നിൽക്കുന്ന 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആചാരസമ്പുഷ്ടമായ ചടങ്ങുകളോടുകൂടിയാണ് ഈ ഒരു അതിരാത്രം അരങ്ങേറുന്നത്. നിരവധി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി പേരാണ് ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേരുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ അക്ഷരാർത്ഥത്തിൽ കോഴിക്കോട് ഒരു ഈ കഴിഞ്ഞ ജനുവരിയിൽ നടന്ന മഹാകുംഭമേളയ്ക്ക് ശേഷം, നിള സംഗമത്തിൽ നടന്ന മഹാകുംഭമേളയ്ക്ക് ശേഷം ഈ മലബാർ മണ്ണ് വീണ്ടും സാക്ഷ്യം വഹിക്കുന്ന മറ്റൊരു വിരാട ഹിന്ദു സമ്മേളനമായി ഈ ഒരു മണ്ണ് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാവപ്പെട്ടവർക്കും പണക്കാർക്കും ജാതി മത ഭേദമന്യേ വേദപഠനം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന കാശ്യപ റിസർച്ച് വേദ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു അതിരാത്രം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ ഈ മണ്ണിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടു മനസ്സിലാക്കാം. പറഞ്ഞതുപോലെ ഇവിടുത്തെ ഒരുക്കങ്ങൾ അവസാനവട്ടം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ കഴിയുമ്പോൾ വലിയൊരു യാഗശാലയായി മാറുകയാണ് ഇവിടെ. എന്തൊക്കെയാണ് ഈ അതിരാത്രത്തിൻ്റെ ഭാഗമായി നാളെ മുതൽ നടക്കുന്ന പ്രധാന ചടങ്ങുകൾ? നാളെ പ്രധാനമായിട്ട് നടക്കുന്നത് ഉദ്ഘാടനം എന്ന് പറയുന്നത് തന്നെയാണ്. അത് സാധാരണ പോലെയല്ല. നമ്മുടെ ഗുരുനാഥൻ്റെ 2000-ലധികം വരുന്ന ശിഷ്യന്മാർ ഒരുമിച്ച് ചെയ്യുന്ന ഒരു അഗ്നിഹോത്രം, സമൂഹ അഗ്നിഹോത്രം നടക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പഠിപ്പിച്ച കുറേ പേരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് പേര് നിത്യവും ഇത് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് തന്നെ അത്രയും കൂടുതൽ ആളുകൾ ഡെയിലി അഗ്നിഹോത്രം ചെയ്യുന്നതാണ്. അപ്പോൾ അവരിവിടെ വന്നിട്ട് ഒരു 2000 പേര് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അഗ്നിഹോത്ര യജ്ഞം ചെയ്യുന്നുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട പരിപാടി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉദ്ഘാടന സഭ തുടങ്ങും. പിന്നെ അതേസമയം ഇവിടെ യാഗവേദിയിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ദീക്ഷ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നാളെ വരുന്നുണ്ട്. അതാണ് നാളത്തെ പ്രധാനപ്പെട്ട ചടങ്ങ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ അടുത്ത ദിവസമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പുരോഗമിക്കും. നമ്മുടെ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ അതിൻ്റെ അടുത്ത ദിവസം തൊട്ടിട്ടായിരിക്കും. എന്തായാലും നാളെ മുതൽ വേദമന്ത്രോച്ചാരണങ്ങളുടെ ഒരു യാഗശാലയായി മാറുകയാണ് ഈ ഭൂമി. അപ്പോൾ ഈ ഇവിടേക്ക് വന്ന് അണയാൻ പോകുന്നത് 10,000-ങ്ങളാണ് അല്ലെ, ലക്ഷങ്ങളാണ്. അപ്പോൾ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ അത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു ക്രമീകരണങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്? അതിനെല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനുള്ള പ്രത്യേകം വളണ്ടിയർ കമ്മിറ്റി ഉണ്ട്. അവരതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വിചാരിക്കുന്ന എല്ലാം നമ്മുടെ കൺട്രോളിലായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം തന്നെ ഇതുവരെ അങ്ങനെയാണ്. ഇപ്പോൾ 2014 സോമയാഗത്തിൽ 13.5 ലക്ഷം പേരാണ് പങ്കെടുത്തത്. അപ്പോൾ നമ്മൾക്ക് തന്നെ ആദ്യം വന്നാൽ ഇത്രയ്ക്കും നമ്മൾ പ്രതീക്ഷിച്ചില്ല അന്ന്. പക്ഷേ ഇന്ന് നമ്മൾ അതും കൂടി പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് നമ്മുടെ കൺട്രോളിലെല്ലാം നിൽക്കും.
ഇനിയുള്ള 10 ദിവസങ്ങൾ കോഴിക്കോട് കക്കാടിയിലുള്ള ഈ വേദമഹാമന്ദിരം വേദമന്ത്രോച്ചാരണങ്ങളുടെ വലിയൊരു യാഗശാലയായി മാറുകയാണ്. അതിലേക്കായി ജനസഹസ്രങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഭക്തി നിർഭരവും അതുപോലെ തന്നെ അനുഷ്ഠാന സമ്പന്നവുമായ ഈ ചടങ്ങുകൾ ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ ടീം തത്വമയും സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. നാളെ മുതൽ ഈ ഒരു അതിരാത്രത്തിൻ്റെ കോഴിക്കോട് അതിരാത്രത്തിൻ്റെ സമ്പൂർണ്ണ തത്സമയ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ടീം തത്വമയാണ്. ടീം തത്വമയ്ക്ക് വേണ്ടി കോഴിക്കോട് വേദമഹാമന്ദിരത്തിൻ്റെ വേദഭൂമിയിൽ നിന്നും ക്യാമറമാൻ ഹരിപ്രസാദിനൊപ്പം സനോജ് നായർ, തത്വമൈ ന്യൂസ്.